എടാവേ ഈ പ്രേമത്തെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്? പ്രേമത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമല്ലേ? ഇപ്പോൾ എന്ന ക്രൗഡ് പുള്ളർ സ്റ്റാറിനപ്പുറത്തേക്ക് ജനങ്ങളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പവർഫുൾ ആയ യാതൊരു എലമെന്റും ഓഫർ ചെയ്യാതെയാണ് 2015 മെയ് 29 പ്രേമം തിയേറ്ററിലെത്തിയത്. ആലുവ പുഴ എന്ന പാട്ടും റിലീസിന് തൊട്ട് തലേ ദിവസം പുറത്തിറക്കിയ പോസ്റ്ററും മാറ്റി നിർത്തിയാൽ ആ ചിത്രത്തിന്റെ വരവറിയിക്കാൻ തക്കതൊന്നുമില്ല. പരീക്ഷണാർത്ഥം ആദ്യ ഷോ കാണാൻ തിയേറ്ററിലെത്തിയ മനുഷ്യരെ സീൻ ടു സീൻ ചിത്രം വണ്ടർ അടുപ്പിച്ചു, ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, പ്രേമിപ്പിച്ചു. കണ്ടവർ കൂട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടി വീണ്ടും തിയേറ്ററുകളിലെത്തി. കട്ടിത്താടിയും പിരിച്ചു വെച്ച മ്യൂസിയും കറുത്ത ഷർട്ടും ക്യാമ്പസുകളിൽ അന്ന് തൊട്ട് ഇന്ന് വരെയും കോട്ടം തട്ടാത്ത ട്രെൻഡാണ്. ഓണക്കാലത്ത് കുർത്തയും മുണ്ടും ഒപ്പം പൊടിക്കിത്തിരി റൊമാൻസും മാൻഡേറ്റ് ആയി. മലറിന്റെ പേരിന് പ്രേമം എന്ന പര്യായം ഉണ്ടായി. നാനുന്നെ കാതലിക്കരൻ എന്നതിന് പകരം ബട്ടർഫ്ലൈസ് മെന്റലി മെന്റൽ സോയ്സ് ലവ് എന്ന പ്രണയം പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങി. കാലവർഷത്തെ തോൽപ്പിച്ച കാണികൾ തിയേറ്ററുകളിൽ ടിക്കറ്റിനായി കയറി ഇറങ്ങി. ചിത്രം കൊളുത്തിയ മൊമെന്റിൽ മലർ എന്ന താരത്തെ കൂടി അവതരിപ്പിച്ചുകൊണ്ട് മലരെ എന്ന പാട്ടും പുറത്തിറക്കിയതോടെ പ്രേമം സെൻസേഷണലായി. യൂട്യൂബിൽ 126 മില്യൺ കാഴ്ചക്കാരാണ് പാട്ടിനുള്ളത്. ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ട്രെൻഡിങ്. പിന്നീട് കേരളത്തിൽ മുണ്ടും താടിയും മലരും മല്ലിപ്പൂവും എന്തിന് എന്നവളെ എന്ന പാട്ടുപോലും തരംഗമായി. ജോർജ് ഡേവിഡ് റോൾ മോഡലായി. കേരളത്തിന് പ്രേമം ഒരു വികാരമായി. റിലീസിനൊപ്പം തന്നെ അതിന്റെ പൈറേറ്റഡ് കോപ്പി വിപണിയിലെത്തി. അതിനെതിരെ നിർമ്മാതാവ് അൻവർ റഷീദും സംവിധായകൻ അൽഫോൻസ് പുത്രനും രംഗത്ത് വന്നു. പക്ഷെ പ്രേമത്തെ അതൊന്നും ബാധിച്ചില്ല. ആദ്യ ദിവസത്തിന് 5 ഇരട്ടി കളക്ഷൻ അടുത്ത ദിവസവും, ആദ്യ വാരത്തിന്റെ ഇരട്ടി അടുത്ത വാരവും, അതിനു മികച്ച നേട്ടം അടുത്ത മാസവും ചിത്രം നേടി. അങ്ങനെ ഹൗസ്ഫുൾ ആയ കേരളത്തിൽ മാത്രം 175 ദിവസവും, തമിഴ്നാട്ടിൽ 300-ലധികം ദിവസവും പ്രേമം ഓടി. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടിയും മോഹൻലാലും സൃഷ്ടിച്ച കളക്ഷൻ റെക്കോർഡുകൾ വെറും 5 വർഷത്തെ കരിയറിൽ നിവിൻ പോളി പൊളിച്ചെഴുതി. മലയാള സിനിമയിലെ ആഗോള റെക്കോർഡ് ബ്രേക്കറായി യുവ നായകൻ മോളിവുഡിന്റെ ചരിത്രത്തിൽ ഇന്നും മറ്റൊരാൾക്കും തൂക്കാൻ സാധിക്കാത്ത സ്ഥാനം സ്വന്തമാക്കി. തിയേറ്ററിലേക്ക് പ്രായലിംഗ വർഗഭേദമന്യേ പ്രേക്ഷകരെ എത്തിക്കാൻ അയാൾക്കുള്ള പവർ വീണ്ടും തെളിയിക്കപ്പെട്ടു. ക്യാമ്പസ്, പ്രണയം, ആക്ഷൻ, കോമഡി, ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി ഓരോ മനുഷ്യനും റിലേറ്റ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടത് പ്രേമത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ജയം. കൂടെ മൂട് തന്നെ അടിമുടി ഉലത്തുകൾ എന്ന രാജേഷ് മുരുകേശന്റെ സംഗീതവും. 2ാം അധ്യായത്തിന് തുടക്കം കലിപ്പനായ ഒരു ജോർജാണ് നായകൻ. പ്രണയം അയാളിലേക്ക് വെള്ളത്തണ്ടിലേക്ക് പടർന്നു കയറുന്ന മഷി പോലെയാണ്. ഒടുവിൽ പൂവിൽ നിന്നകലുന്ന പൂമ്പാറ്റ പോലെ പ്രണയം നഷ്ടമാകുന്നിടത്ത് അയാൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളുണ്ട്. ഓർമ്മയിൽ പേരില്ലാതാകുന്ന ജോർജിന്റെ നടുറോട്ടിലെ വാവിട്ടുള്ള കരച്ചിൽ ഇന്നും ഭാരമുള്ളതാണ്. അയാൾക്ക് ജീവിക്കാൻ പ്രണയം വേണം. ഇതിനൊക്കെയും അപ്പുറം പ്രേമം 3 കൂട്ടുകാരുടെ കൂടെ കഥയാണ്. കാലവും കോലവും മാറിയിട്ടും കൈവിടാതെ കൂടെ നിൽക്കുന്ന ജോർജിന്റെയും കോരയുടെയും ശംഭുവിന്റെയും കൂടെ കഥയാണ്. 10 വർഷം കഴിഞ്ഞു കൊച്ചിയുടെ ഏതെങ്കിലും ഒരു കോണിൽ അവർ 3 പേരും ഒന്നിച്ചിരിപ്പുണ്ടാകും. ഈ ലോകത്തിൽ തിരക്കേറി ഓടുമ്പോഴും തിരിഞ്ഞൊന്ന് നോക്കുമ്പോഴും ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും, കഥകൾ പറയുന്നുണ്ടാകും. ഒരുപക്ഷെ പ്രേമം കണ്ട് കണ്ണ് നനയ്ക്കുന്നു.